ട്രിപ്പിൾസ് ഇൻഫോ A4 ആയുർവേദയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. പുരാതന കാലം മുതൽക്ക് തന്നെ സുഗന്ധദ്രവ്യമായി ഉപയോഗിച്ചിരുന്ന ഒരു സസ്യമാണ് കരയാമ്പൂ അഥവാ ഗ്രാമ്പൂ. ഇന്ന് നമുക്ക് ഗ്രാമ്പൂവിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാം. ആണി എന്ന അർത്ഥം വരുന്ന ക്ലൗ എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ക്ലോവ് എന്ന ഇംഗ്ലീഷ് പേര് ഗ്രാമ്പൂവിന് ലഭിച്ചത്. സുഗന്ധദ്രവ്യമായി മാത്രമല്ല, ആയുർവേദ ചികിത്സയിൽ ഗ്രാമ്പൂവിന് ധാരാളം ഔഷധ പ്രാധാന്യവുമുണ്ട്. അതിപുരാതന കാലം മുതൽക്കേ പല്ലുവേദനയ്ക്ക് കരയാമ്പൂവിൻ്റെ എണ്ണ ഒരു ഉത്തമ ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. സുഗന്ധവിളയായി ലോകമെമ്പാടും പ്രചാരത്തിലിരിക്കുന്ന ഗ്രാമ്പൂവിൻ്റെ ജന്മദേശം മലാക്ക ദ്വീപുകളാണ്. മിർട്ടേസി സസ്യകുടുംബാംഗമായ ഗ്രാമ്പൂവിൻ്റെ ശാസ്ത്രനാമം സിസിജിയം അരോമാറ്റിക്കം എന്നാണ്. ഇന്ത്യയിൽ, കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ഇത് വിപുലമായി കൃഷി ചെയ്യുന്നത്. നിത്യഹരിത വൃക്ഷമായ ഗ്രാമ്പൂവിൻ്റെ പൂമൊട്ടിൽ നിന്നെടുക്കുന്ന തൈലം രൂക്ഷഗന്ധവും ബാഷ്പശീലവുമുള്ളതാണ്. യൂജിനോളാണ് പ്രധാന ഘടകം. പൂമൊട്ട്, ഇല, കായ്, തൊലി, വേര് എന്നിവയെല്ലാം ഔഷധ പ്രാധാന്യമുള്ളവയാണ്. പ്രോട്ടീൻ, കൊഴുപ്പ്, സ്റ്റാർച്ച്, കാൽസ്യം, ഫോസ്ഫറസ്, അയഡിൻ, ഇരുമ്പ് എന്നിവയെല്ലാം ലഘുവായ തോതിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഏതെല്ലാം ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്നുവെന്ന് നോക്കാം. ചുമ, പനി, ജലദോഷം, പല്ലുവേദന, അതിസാരം, കോളറ എന്നിവയ്ക്കെല്ലാം വിവിധങ്ങളായ മൂലികകളോടൊപ്പം ചേർത്ത് ഇത് സേവിക്കുന്നത് അത്യുത്തമമാണ്. ഗ്രാമ്പൂവിൻ്റെ ഔഷധ പ്രാധാന്യത്തെപ്പറ്റി നാം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള അറിവുകളുടെ നുറുങ്ങുകളുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.